ആലപ്പുഴ ആര്യാട് ലഹരി കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയെ തുടർന്ന് യുവാവിനെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. ആര്യാട് പഞ്ചായത്ത് 8-ാം വാർഡ് മുരിയംവെളിയിൽ അജിയുടെ മകൻ അഖിൽ ആണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ ആയിരുന്നു ഈ സംഭവം. കായംകുളം സ്വദേശി ഷെൽജാദിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു ഈ കൊലപാതകം നടന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ശരണ്യ സ്നേഹജൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, ഏത് നിലയിലാണിപ്പോൾ ഈ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്? അഭിലാഷ്, ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ആലപ്പുഴ ആര്യാട് ഗുരുപുരം കിഴക്ക് മരിയംവെളി ഈ വീട്ടിൽ അജി മഞ്ജു ദമ്പതികളുടെ മകൻ അഖിലിനെ കയറി കുത്തി കൊലപ്പെടുത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം, അതായത് പോലീസിന് അന്വേഷിച്ചതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, ഈ കൊല്ലപ്പെട്ട ആളും ഒപ്പം തന്നെ കൊലപാതകം നടത്തിയെന്ന് കരുതുന്ന കായംകുളം സ്വദേശി ഷെജിലുമായി നേരത്തെ ബാറിൽ വെച്ച് സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. 24 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ട അച്ചു എന്ന് വിളിക്കുന്ന അഖിലും ഒപ്പം തന്നെ ഈ കായംകുളം സ്വദേശി ഷെൽജാദും തമ്മിൽ മറ്റ് മയക്കുമരുന്ന് ലഹരി വിൽപ്പന സംബന്ധിച്ച ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഒക്കെ ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 5:45 കൂടിയാണ് ഈ സംഭവം നടന്നത്. വീടിന്റെ മതിൽ ചാടി കടന്നാണ് ഈ പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകൾ അവിടേക്ക് എത്തിയത്. ഈ ഷെൽജാദിന്റെ നേതൃത്വത്തിലാണ് അവിടെ ഈ കൊലപാതകത്തിനായി എത്തിയത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. വീടിന്റെ മതിൽ ചാടിക്കടന്ന് എത്തുന്ന സമയത്ത് ഈ അഖിലിനോടൊപ്പം തന്നെ മറ്റൊരു സുഹൃത്ത് കൂടി ഉണ്ടായിരുന്നു. ഇവര് മതിൽ ചാടി കടന്നു വരുന്നത് കണ്ട് ഈ സുഹൃത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറി ഒളിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ സംഭവത്തിന് ദൃക്സാക്ഷി കൂടിയാണ് ഈ സുഹൃത്ത് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം, അതായത് കൊലപാതകത്തിന് ശേഷം ഈ പ്രതികൾ ഒരു ഓട്ടോറിക്ഷയിലാണ് ഈ അഖിലിന്റെ ഗുരുപുരത്തെ വീട്ടിലേക്ക് എത്തിയത്. ആ ഓട്ടോറിക്ഷയിൽ ഒരാൾ ഇരിക്കുകയും ബാക്കിയുള്ള 2 പേരാണ് ചേർന്ന് കൊലപാതകം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. തിരിച്ച് വന്നപ്പോൾ ഈ ഓട്ടോറിക്ഷ എടുക്കാനായി ഡ്രൈവർ വിസമ്മതിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച ശേഷമാണ് വണ്ടി എടുക്കാനായി തയ്യാറായിട്ടുള്ളത്. ടൗണിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് പോയി എന്നുള്ളതാണ് ഇദ്ദേഹം പോലീസ് നൽകുന്ന വിവരം. റെയിൽവേ സ്റ്റേഷൻ വഴി ട്രെയിനിലാണ് ഇവർ കടന്നതെന്നൊക്കെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ അഖിലിനെ സംബന്ധിച്ച് അഖിലും ചില കേസുകളിലൊക്കെ പ്രതിയാണ്, ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കത്തിക്കുത്ത്, ലഹരിക്കടത്ത് തുടങ്ങിയവയ്ക്ക് നേരത്തെ കേസുകൾ ഉണ്ടെന്നാണ് ജില്ലാ പോലീസ് വ്യക്തമാക്കുന്നത്. ഇരു കൂട്ടരും, അതായത് ശരണ്യ, ഈ അഖില് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരിക്കടത്തിന്റെ ഒരു കണ്ണിയാണ് എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ. അഭിലാഷ്, ആലപ്പുഴയിൽ ഏറ്റവും അധികം ലഹരി മാഫിയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നടക്കുന്ന ഒരിടമാണ് കായംകുളം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ക്രിമിനൽ സെറ്റുകൾ ഇത്തരത്തിൽ ലഹരി അടക്കമുള്ള ഇടപാടുകൾ ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരികയും മറ്റു ഇടങ്ങളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഷെൽജാദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആണോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നു. പക്ഷേ ഇവർ തമ്മിൽ, അതായത് അഖിലും ഷെൽജാദും തമ്മിൽ നേരത്തെ ലഹരി ഇടപാടുകൾ ഉണ്ട് എന്നുള്ളതാണ് നോർത്ത് പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഈ ലഹരി ഇടപാടുകളും അതിനുശേഷം കഴിഞ്ഞ ദിവസം ബാറിലുണ്ടായ തർക്കവും, ഇതിൽ ഏതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നറിയില്ല. പക്ഷേ ബാറിൽ കഴിഞ്ഞ ദിവസം ഇവർ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും സ്ഥിരീകരിക്കാൻ പോലീസിന് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലഹരി ഇടപാടുകൾക്ക്, ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടുകൾ ഇവർ ഈ കൂട്ടരും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാക്കുന്നു. ഈ അഖിലിനും ഇതിന് നേരത്തെ തന്നെ കത്തിക്കുത്ത് കേസും ലഹരിക്കടത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ ആലപ്പുഴ ജില്ലാ പോലീസ് ഇയാൾക്കെതിരെ നേരത്തെ കേസ് എടുത്തിട്ടുള്ളതാണ്. എന്തായാലും ഈ 2 പേരുടെയും പശ്ചാത്തലം അത്ര ഈ ഒരു രീതിയിലുള്ളതാണ് എന്നുള്ളതാണ്. ഈ വീട്ടിൽ ഇവർ വന്ന്, അതായത് വീടിനോട് ചേർന്നുള്ള മറ്റൊരു ഷെഡ് പോലത്തെ ഒരു സ്ഥലത്താണ് അഖിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു സഹോദരനാണ് ഉള്ളത്. അപ്പോൾ ഈ വീടിനോട് ചേർന്നുള്ള ഈ ഭാഗത്തെത്തിയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. ഇവര് വീടിനകത്ത് കയറി കുത്തി കൊലപ്പെടുത്തിയ ശേഷം മടങ്ങി പോകുന്ന കണ്ട് സുഹൃത്ത് വന്ന് നോക്കി. സുഹൃത്താണ് പിന്നെ മറ്റുള്ളവരെല്ലാം ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചത്. അപ്പോഴത്തേക്കും ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിലാഷ്, തീർച്ചയായും അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ശരണ്യ തന്നെ പറയുന്നത് അനുസരിച്ച് ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ലഹരി ഇടപാടുകൾ നടക്കുന്ന ഇടമായി കായംകുളം മാറുന്നുണ്ട് എങ്കിൽ നമുക്കറിയാമല്ലോ, ഈ ഓപ്പറേഷൻ തൂഫാൻ പോലെയൊക്കെയുള്ള ദൗത്യം അത് വലിയ തോതിൽ പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ ജില്ല കൂടിയാണല്ലോ, അവിടെ എക്സൈസ് മന്ത്രിയുടെ തട്ടകം കൂടിയാണ്. അപ്പോൾ ഇത്തരം കൊട്ടേഷൻ സ്വാഭാവികമായും വലിയ നാണക്കേട് കൂടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ലഹരി കൊട്ടേഷനുകൾ തമ്മിൽ, ലഹരി കൊട്ടേഷൻ എന്ന് തന്നെ പറയാമല്ലോ, കുടിപ്പകയെ തുടർന്ന് ലഹരി സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പരിശോധനകളോ അല്ലെങ്കിൽ ഇത്തരം ആളുകളെയൊക്കെ
കൂടുതൽ നിരീക്ഷണത്തിലാക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ ശരണ്യ? അഭിലാഷ്, ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊരു കൃത്യമായി ഒരു ഉൾത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കണ്ണുകളൊക്കെ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യമാണ്. അതിനകത്ത് രാഷ്ട്രീയ പിൻബലമുണ്ട്, അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള സഹായങ്ങളും ഇടപാടുകളും ഒക്കെയുണ്ട്. ചെറിയ ചെറിയ കേസുകൾ, അതായത് ഈ കഞ്ചാവ് കടത്തടക്കമുള്ള ചെറിയ ചെറിയ കേസുകൾ പിടിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ ഇടപാടുകൾ നടത്തുന്ന ആളുകളിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് നിയമ നടപടിക്രമങ്ങളിലേക്കോ കടന്നിട്ടുള്ളതായി നമുക്ക് പുറമെ നിന്ന് ബോധ്യമാകുന്നില്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സൈസ് മന്ത്രിയുടെ മണ്ഡലമാണ് കായംകുളം. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി തൊട്ടടുത്തുള്ള മണ്ഡലത്തിലുള്ള ആളും ആലപ്പുഴ ജില്ലക്കാരനുമാണ്. അപ്പോ സ്വാഭാവികമായും കായംകുളത്ത് നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി കുറച്ചുപേർ ആലപ്പുഴയിലേക്ക് വരിക, ആലപ്പുഴയിൽ പ്രത്യേകിച്ച് ആലപ്പുഴ മണ്ഡലത്തിൽ ഗുരുപുരം എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരാളുടെ വീട്ടിലെത്തിയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വീടിന്റെ മതിൽ ചാടി കടന്ന് അകത്ത് വന്ന് കയറി പരസ്യമായി കുത്തി കൊലപ്പെടുത്തിയിട്ടാണ് അവരെ തിരിച്ച് ഓട്ടോറിക്ഷയിൽ കയറിയാണ് പോയത് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു കൂടുതലും ഇല്ലാത്ത രീതിയിലാണ് ഈ കൊലപാതകം നടത്തി പോയിട്ടുള്ളത്. ഇന്നലെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ സ്പോട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ കൊല്ലപ്പെട്ട ആൾക്കും കൊലപാതകം നടത്തിയ ആളുകൾക്കും ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട ബന്ധമുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോ ഇത് കഴിഞ്ഞ ദിവസം ബാളിൽ വെച്ചുണ്ടായ സംഘർഷമാണോ, അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിലുള്ള ലഹരി ഇടപാടുകൾ ഉണ്ടായിട്ടുള്ള മറ്റെന്തെങ്കിലും തെറ്റലാണോ ഇതിന് കാരണം എന്നുള്ളത് കൂടി അന്വേഷിച്ച് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരു ബാറിനുണ്ടായ സംഘർഷത്തിന് പുറത്ത് ഒരാളെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരില്ല, മറിച്ച് ഇവർ തമ്മിൽ ലഹരി ഇടപാടുണ്ടെങ്കിൽ തീർച്ചയായും അതിനും അപ്പുറം മറ്റെന്തോ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശരി, എന്തായാലും ശരണ്യ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇവർ ലഹരി സംഘത്തിന്റെ ഭാഗമായിരുന്നു എന്നതിൽ തർക്കമില്ല. ഈ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യം അത് ബാറിലുണ്ടായ സംഘർഷമാകാം, അല്ലെങ്കിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ കൊല്ലപ്പെട്ടയാൾ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരിക്കടത്തിന്റെ ആളാണ്. കൊലപാതകം നിർവഹിച്ചയാളാകട്ടെ കായംകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടത്തുന്ന ആളാണ്. അപ്പോൾ ലഹരി സംഘങ്ങൾ ഈ തരത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള കുടിപ്പകയെ തുടർന്ന് ശരണ്യ തന്നെ സൂചിപ്പിച്ചു, അതായത് ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് കൊലപാതകം നടത്തി അതേ ഓട്ടോറിക്ഷയിൽ പോകുന്ന പ്രതികൾ, അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് അങ്ങേയറ്റം ഭയാനകം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.